തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. തന്നെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാതിരുന്നതിലുള്ള അസഹിഷ്ണുതയും പാർലമെന്ററി വ്യാമോഹവുമാണ് ടി.കെ. ഗോവിന്ദനെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി K.K. രാഗേഷും സംസ്ഥാന സെക്രട്ടറി അംഗം M.B. ജയരാജനും പറഞ്ഞു. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ടി.കെ. ഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരേ ഒരാളെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് ടി.കെ. ഗോവിന്ദൻ മാത്രമാണ്. മറ്റൊരാളും ആവശ്യപ്പെട്ടിട്ടില്ല. അത് നടക്കാതെ വന്നപ്പോൾ UDF-മായി ചേർന്ന് പാർട്ടിയുടെ ശത്രുവായി മാറി. പാർലമെന്ററി വ്യാമോഹത്തിൻ്റെ ചളിക്കുണ്ടിൽ വീണിരിക്കുകയാണ് ടി.കെ. ഗോവിന്ദനെന്നും നേതാക്കൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടി.കെ. ഗോവിന്ദനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായും K.K. രാഗേഷ് അറിയിച്ചു. സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി എന്നിവയിലൊക്കെ കൂടിയാലോചനകൾ നടത്തിയാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർണയിക്കുക. അല്ലാതെ സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടല്ല. വിവിധ ഘടകങ്ങൾ പരിശോധിച്ചും മാനദണ്ഡങ്ങൾ പരിഗണിച്ചും ഒക്കെയാണ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കുക. 40 വർഷത്തെ സംഘടനാ പാരമ്പര്യമുണ്ട് P.K. ശ്യാമളയ്ക്ക്. ഹൈസ്കൂൾ കാലം മുതൽ സംഘടനാ പ്രവർത്തന പാരമ്പര്യമുണ്ട്. SFIയിലൂടെ തുടങ്ങി മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം വരെ എത്തുകയും പഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭാ ചെയർപേഴ്സൺ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും മണ്ഡലം കമ്മിറ്റിയിലുമൊക്കെ ഉയർന്നു വന്നത് P.K. ശ്യാമളയുടെ പേര് തന്നെയാണ്. അത് സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ടി.കെ. ഗോവിന്ദൻ തനിക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുകയായിരുന്നു. ആരും എവിടെയും ഇത് പരിഗണിക്കുകയോ പിന്താങ്ങുകയോ ചെയ്തില്ല. അതാണ് ടി.കെ. ഗോവിന്ദനെ ചൊടിപ്പിച്ചത്. UDF-ന്റെ പിന്തുണ തേടുമെന്ന പ്രസ്താവനയിൽ തന്നെ പാർലമെന്ററി വ്യാമോഹമുണ്ട്. പാർലമെന്ററി വ്യാമോഹത്തിന്റെ ചളിക്കുണ്ടിലാണ് ടി.കെ. ഗോവിന്ദൻ വീണിരിക്കുന്നതെന്നും ടി.കെ. ഗോവിന്ദനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായും K.K. രാഗേഷ് പറഞ്ഞു. പേരാവൂർ മണ്ഡലത്തിൽ ശൈല ടീച്ചർ മത്സരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ആ മണ്ഡലം ജയിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒതുക്കാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിരാളി നടത്തുന്ന പ്രചരണത്തെ KPCCയുടെ പ്രസിഡന്റിന് വേണ്ടിയിട്ട് സണ്ണി ജോസഫിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പണിയല്ലേ ടി.കെ. ഗോവിന്ദൻ മാഷ് ചെയ്തത്? എതിരാളികളുമായി ഒത്തുകളിച്ച് പാർട്ടിക്കെതിരായിട്ട് രംഗത്ത് വരുന്ന ടി.കെ. ഗോവിന്ദൻ മാഷെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്യുകയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ടി.കെ. ഗോവിന്ദൻ മാഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നയത്തിനും തീരുമാനത്തിനും വിരുദ്ധമായി താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും UDF-ന്റെ പിന്തുണ തേടുകയും ചെയ്യുമെന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തത് തികഞ്ഞ സംഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഗോവിന്ദൻ മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ശത്രുപാളയത്തിലെ പിന്തുണ തേടിപ്പോയ ടി.കെ. ഗോവിന്ദൻ രാഷ്ട്രീയ വഞ്ചനയാണ് നടത്തിയതെന്ന് M.V. ജയരാജനും പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയുള്ള തീരുമാനം ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം എന്തിനാ പാർട്ടി നേതാക്കളെ കാണാൻ പോയത്? തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ട്. അത് സ്ഥാനാർത്ഥി മോഹമല്ലേ? യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അർഹതയിൽ കൂടുതൽ വിവിധ തലങ്ങളിൽ സ്ഥാനമാനങ്ങളും പദവിയും പാർട്ടി സ്ഥാനവും നൽകിയതിന് ശേഷം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ പാടും. അതൊരു രാഷ്ട്രീയ വഞ്ചനയല്ലേ? ആ രാഷ്ട്രീയ വഞ്ചനക്കെതിരായിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാരുടെയും അനുഭാവികളുടെയും രോഷപ്രകടനം മലപ്പുറത്ത് നിന്ന് ആരംഭിച്ചത് അത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടാവും. അദ്ദേഹം പല്ലിൽ കുത്തി നാറ്റിക്കുകയാണ്. അദ്ദേഹം തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശ്യാമള ടീച്ചർ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുമായി ചേർന്ന് രാഷ്ട്രീയ വഞ്ചനയിൽ ഏർപ്പെടുകയാണ്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.